ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷം കുറെ കാലങ്ങൾക്ക് കൂടി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞത്. നമുക്ക് ഈ ദിവസത്തിന്റെ അധ്വാനങ്ങളൊക്കെ അവസാനിപ്പിച്ച് ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവും. നമ്മള് കർത്താവിന്റെ മുമ്പിൽ ഒരു കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ. ജോസ് പോൾ ചേട്ടനും വത്സമ്മ ചേച്ചിയൊക്കെ വളരെ മനോഹരമായി കഴിഞ്ഞ ദിവസത്തെ ക്ലാസിനെ കുറിച്ച് അവതരിപ്പിച്ചു തന്നു. യേശു രക്ഷകനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിൽ കണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ? യേശു മരിച്ച് ഉദ്ധാനം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. വളരെ പ്രധാനപ്പെട്ട ആശയം അതായിരുന്നു. നമ്മുടെ കർത്താവായ ഈശോ ഈ ലോകത്തേക്ക് വന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ആ പാപത്തെ മുഴുവൻ കുരിശിൽ തറച്ച് മരിച്ച് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം തരാൻ വേണ്ടി അവിടുന്ന് ഉദ്ധാനം ചെയ്തു. അവിടുന്ന് നമ്മളെ നീതീകരിച്ചു. അവിടത്തേക്കുണ്ടായിരുന്ന സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരം ഉപയോഗിച്ച് നമ്മെ നീതീകരിച്ച് അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കാണാം. അപ്പം നമ്മുടെ കർത്താവ് എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവ് ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം കർത്താവ് രക്ഷിച്ചു കഴിഞ്ഞു. അതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന സർവ്വ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് കർത്താവ് നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ എത്രയോ വലിയൊരു കാര്യമാണ് നമ്മുടെ കർത്താവ് ചെയ്തേക്കുന്നത്. കർത്താവിന്റെ വലിയൊരു ആഗ്രഹം കർത്താവ് നമുക്ക് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കി ജീവിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു ചിന്തയിലേക്കൂടെ വരികയാണ്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ആ വാർത്ത, ഒരു നഗരത്തില് ഒരു തെരുവോരത്ത് ഒരു കടത്തിണ്ണയില് ഒരു മനുഷ്യൻ മരിച്ചു. ഒരു യാചകനായിരുന്നു. അദ്ദേഹം എപ്പോഴും ഒരു പാണ്ടക്കെട്ട് തൻ്റെ തോളിൽ വെക്കുമായിരുന്നു. ആൾക്കാർ പോലീസിൽ അറിയിച്ചു. പോലീസ് ഒന്ന് ഇൻക്വസ്റ്റ് ഒക്കെ നടത്തി. അവിടുന്ന് അദ്ദേഹത്തിന്റെ പാണ്ഡം ഒന്ന് പരിശോധിച്ചു. പാണ്ഡം പരിശോധിച്ചപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഞെട്ടിപ്പോയത്. ആ പാണ്ഡത്തിനുള്ളില് 5 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഏതാനും നോട്ടുകള് 2000-ന്റെ നോട്ടുകളായിരുന്നു. ഇപ്പം മൂല്യമില്ലാത്തതാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, ആ മനുഷ്യന് 5 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം എവിടെയാ കിടന്ന്? കടത്തിണ്ണയില്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നപ്പം കാണുക, അദ്ദേഹം ചെറിയ രോഗത്തിന്റെ അടിമയായിരുന്നു. 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പൈസ കയ്യിലിരിക്കുമ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല, അദ്ദേഹം ആശുപത്രിയിൽ പോയിട്ടില്ല, നല്ലൊരു വീട് വാടകയ്ക്ക് എടുത്ത് അദ്ദേഹത്തിന് താമസിക്കുമായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിലെ പല മനുഷ്യരുടെയും അവസ്ഥ ഇതാ. എന്താ? യേശു നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ യേശുവിന്റെ രക്ഷ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാ. നമ്മുടെ മുമ്പിൽ ചുറ്റുപാടും എത്രയോ മനുഷ്യരിതുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:12 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മൾ രക്ഷ തേടി ഇന്ന് പല മനുഷ്യരും രക്ഷ തേടി പല സ്ഥലങ്ങളിലേക്ക് പോവുക. ആ രക്ഷ തേടി പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിശ്വാസ പ്രത്യുത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈശോമിശിഹായിൽ വിശ്വസിക്കണം. ഈശോമിശിഹായിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷാകര രഹസ്യങ്ങളിലെല്ലാം നമ്മൾ വിശ്വസിക്കണം. അതിനുശേഷം നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് അതൊന്ന് ഏറ്റു പറഞ്ഞാൽ ഈശോ നേടിത്തന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയൊരു ദുഃഖത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാപം ചെയ്തു എന്നതല്ല കർത്താവിനെ വേദനിപ്പിക്കുന്നത്. പിന്നെയോ നമ്മൾ ആ പാപത്തിൽ തന്നെ തുടരുന്നു. കർത്താവ് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാൻ പരിശ്രമിക്കാതെ പാപത്തിൽ തുടരുന്നു എന്നതാണ് കർത്താവിന്റെ വലിയ വേദന.
കർത്താവായിരിക്കുന്ന എല്ലാ മനുഷ്യരും കർത്താവിന്റെ പക്കലേക്കൊന്ന് തിരിച്ചു വരണം, ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരണം. അതേ ഒരു ഷൂബ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ഷൂബ് ഇല്ലായ്മയാണ് കർത്താവിനെ ഒത്തിരി വേദനിപ്പിക്കുന്നത്. നമുക്ക് കർത്താവിന് രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന കേന്ദ്രം 142, 143 കണ്ണികൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷമിക്കണം, ഒരു മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങളോട്, മനുഷ്യവർഗത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങളോട് മനുഷ്യൻ നടത്തുന്ന സ്വതന്ത്രമായ പ്രത്യുത്തരമാണ് അവന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതായത് 1 യോഹന്നാൻ 2:2 നമ്മളെ ഇപ്രകാരം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. നേരത്തെ ജോസ്പോൾ ചേട്ടനൊക്കെ അത് നമുക്ക് വിശദീകരിച്ചു തന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വെളിപ്പെടുത്തലിനെ കുറിച്ച് നമ്മൾ തികഞ്ഞ ബോധ്യമുള്ളവരെ ആയിത്തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ച് ചിന്തിക്കുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 166 ഖണ്ഡിക ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മിക്കുന്നത്: വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുൻകൈയെടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം. ആരാണ് ആദ്യം ഈ മുൻകൈയെടുക്കുന്നത്? ദൈവമാണ് തന്നെ സ്വയം വെളിപ്പെടുത്തി തരുന്നത്. ദൈവം നമുക്ക് സ്വയം വെളിപ്പെടുത്തി തരുമ്പോൾ, പല സാഹചര്യങ്ങളിലൂടെ ദൈവം സ്വയം വെളിപ്പെടുത്തി തരുമ്പോൾ, ആ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ സ്വതന്ത്രമായിട്ടൊന്ന് പ്രത്യുത്തിരിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന കേന്ദ്രം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ വിശ്വാസ പ്രത്യുത്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കഥ പറയുന്നതാണ്. ഒരു വീട്ടില് ഒരമ്മ വളരെ നന്നായിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്ത്, ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് അമ്മയ്ക്ക് ജോലിയുണ്ട്. ഇങ്ങനെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് എല്ലാം കൊടുത്തു. കുഞ്ഞ് ഇത് കണ്ടു. അവൻ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക. അവൻ മനസ്സിലാക്കി, എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്നത്തെ ഭക്ഷണം വളരെ നന്നായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ പറയാ, എൻ്റെ മോനെ, ഇത് നിനക്കൊക്കെ വേണ്ടിയിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിരുന്നത്, നിനക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ലേ? എൻ്റെ മോന് ഇതെല്ലാം ഇഷ്ടമാകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അപ്പൊ കൊച്ചു വീണ്ടും ചിന്തിക്കുക, എൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നു. അത് രാവിലെ അമ്മ എഴുന്നേൽക്കുന്നു, അമ്മ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്, സ്കൂളിൽ വിടാൻ വേണ്ടി എന്നെ എത്രമാത്രം ഒരുക്കുന്നത്. അമ്മ പാത്രം കഴുകുന്നു, തറ തുടയ്ക്കുന്നു, അപ്പൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നു, എന്തെല്ലാം കഷ്ടപ്പാട് അമ്മ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുക, എൻ്റെ അമ്മയെ ഞാൻ സഹായിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് കുട്ടി അമ്മയോട് പറയുന്നു, അമ്മേ, നാളെ മുതൽ ഞാൻ അമ്മയെ സഹായിക്കാൻ കേട്ടോ. അടുക്കളയെ സഹായിക്കാം, പാത്രം കഴുകാൻ സഹായിക്കാം, തറ തുടയ്ക്കാൻ സഹായിക്കാം, സ്കൂളിൽ പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം ചെയ്തുകൊള്ളാം. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ നോക്കും, ആ അമ്മ ചെയ്ത പ്രവൃത്തിക്ക് കുട്ടി നൽകുന്ന പ്രത്യുത്തരമാണ് ഇപ്പൊ സംഭവിച്ചത്. കുട്ടി നൽകുന്ന പ്രത്യുത്തരം. അതേപോലെ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കർത്താവ് എത്രമാത്രം കൃപകളും അനുഗ്രഹങ്ങളും നൽകിയിട്ടാ സ്വന്തം ജീവൻ പോലും നൽകിയിട്ട് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞത്. നമ്മൾ അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ആ വിശ്വാസത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക എന്നത്, നമ്മുടെ കുമ്പസാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹാ തന്റെ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മോട് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് യേശു നേടി തന്ന രക്ഷ സ്വന്തമാക്കണമെങ്കിൽ നാം നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് കുമ്പസാരക്കൂട്ടിൽ ആ പാപങ്ങൾ ഏറ്റുപറയുക എന്നത്. സംഖ്യയുടെ പുസ്തകം 5-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ
തൻ്റെ തെറ്റ് ഏറ്റുപറയണം. ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വാക്കിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ്. ദൈവം നമ്മളെ ഓർപ്പിക്കുക, മനുഷ്യ സഹജം, മനുഷ്യരാണ്, തെറ്റ് ചെയ്യാനുള്ള സാധ്യത ജീവിതത്തിലുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ഒന്ന് ഏറ്റു പറയണമെന്ന് പഴയ നിയമം സംഖ്യാപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാപങ്ങൾ ഏറ്റു പറയാൻ നമ്മൾ തീരുമാനിച്ചു. കാരണം നമുക്ക് കർത്താവിന്റെ രക്ഷ സ്വന്തമാക്കണം. പാപങ്ങൾ ഏറ്റു പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു 8 മേഖലയിൽ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആത്മശോധനയ്ക്ക് വേണ്ടിയിട്ട്. അതിൽ ഒന്നാമത്തെ മൂലപാപങ്ങളാണ്, രണ്ടാമത്തെ ദൈവ പ്രമാണങ്ങളാണ്, മൂന്നാമത്തെ തിരുസഭയുടെ കൽപ്പനകളാണ്, നാലാമത്തെ ബന്ധം, 5 ഉത്തരവാദിത്തങ്ങൾ, 6 താലന്തുകൾ, 7 പുതിയ പ്രമാണം, 8 ദൗത്യം. ഈ 8 മേഖലകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ വേണ്ടി പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, മൂലപാവങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾ ആദ്യം. ഈ മൂലപാവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം 7 മൂലപാവങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ മുഖ്യ ശത്രുക്കളാണ് ഈ 7 മൂലപാവങ്ങൾ. ഈ 7 മൂലപാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമാകുമ്പോൾ നമുക്ക് പാപബോധം നഷ്ടപ്പെടും. നമുക്ക് കുമ്പസാരവും ഒന്നും ആവശ്യമില്ല, ഞാനൊരു പാപം ചെയ്യുന്നില്ല എന്നൊക്കെ ചിന്തയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ 7 മൂലഭാവങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ഓർക്കണം. പഴയ നിയമത്തില് നമ്മുടെ പൂർവികര് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ മോശ അവർക്ക് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. എന്താണ്? ദൈവം അവരോട് പറയുക, നിങ്ങൾ ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ 7 ജനതകൾ തീർന്നു. ആ 7 ജനതകളെയും നിങ്ങൾ പരിപൂർണമായും നാമാവിശേഷമാക്കണം, എല്ലാവരെയും ഭരിക്കണം. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്? നമ്മൾ വിചാരിക്കും സ്നേഹനിധിയായ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട്, ആ ജനതകളുടെ പാപം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതിന്റെ പൂർണ്ണതയിൽ എത്തിയപ്പോഴാണ് ഇസ്രായേൽ ജനം ആ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി അവരെ അവിടെ നിർത്തിയാലെന്താ പ്രശ്നം? നമുക്കറിയാം, അത്രമാത്രം പാപത്തിന്റെ ബന്ധനങ്ങളിലായിരുന്നു, പാപത്തിന്റെ മൂർധന്യതയിൽ എത്തിയിരിക്കുന്ന സമൂഹമായിരുന്നു അവരെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ദൈവം ഇങ്ങനെ അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു മനുഷ്യന്. ഏതെങ്കിലും ഒരു സ്ഥലം, ഏതെങ്കിലും വ്യക്തികൾ പാപത്തിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് ദൈവം അവർക്കെതിരെ പ്രതികരിക്കുന്നത്. അതുവരെ മനസ്സാന്തരപ്പെടാനൊക്കെ അവസരം കൊടുക്കുന്നതായിട്ട് പഴയ നിയമം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ജീവിത പ്രത്യേകതയെ കുറിച്ച് നോക്കാം. അവര് ദൈവകൽപ്പനകളെ ലംഘിക്കുന്നവരായിരുന്നു. അവരുടെ ക്ഷേത്രങ്ങളിൽ പുരുഷ വേശ്യാസമ്പ്രദായം ഉണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകളും ഉണ്ടായിരുന്നു വേശ്യാപ്രവൃത്തികൾ ഏർപ്പെടുന്നവർ. അദ്ദേഹം അത് ആരാധനയുടെ ഭാഗമാണെന്നായിരുന്നു വിചാരിച്ചത്. നരബലി അവിടെ സാധ്യമായിരുന്നു. കുഞ്ഞുങ്ങളെ അവിടെ ബെൻഗീനം താഴ്വരയിലെ മോളേക്കിന്റെ ദേവാലയത്തില് മോളേക്കിന്റെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയ്ക്കുള്ളിൽ തീ കത്തി ജ്വലിപ്പിക്കും. അപ്പൊ ആ പ്രതിമ മുഴുവൻ ചൂടായി കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങളെ ആ മോളേക്കിന്റെ കരങ്ങളിലേക്ക് വെച്ചിടും. അങ്ങനെ തന്നെ ദഹിക്കുക. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി പെരുമ്പറ കൊട്ടി മുഴക്കുമായിരുന്നു. ഇത്രമാത്രം പാപം മൂർധന്യതയിൽ എത്തിയത് കൊണ്ടാണ് ആ ജനത്തെ നശിപ്പിക്കണമെന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നില്ല, അവരെ നശിപ്പിച്ചില്ലെങ്കിൽ തൻ്റെ ജനം അവരുമായിട്ട് ഇടപെട്ട് ജീവിച്ചാല് അവരും അത് സ്വീകരിച്ച് പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നു, നമ്മുടെ ഇസ്രായേൽ ജനം അവരെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തില്ല. അവരെ അവിടെ ജീവിക്കാൻ അനുവദിച്ചു. അത് എന്ത് സംഭവിച്ചു? അവരും പാപത്തിന്റെ ബന്ധങ്ങളിലേക്ക് പോയി പ്രവാസത്തിനെല്ലാം കാരണമായി തീർന്നു. അവരുടെ പ്രവാസങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത് ആ ജനതയെ പൂർണ്ണമായി നശിപ്പിച്ചില്ല എന്നതാണ്. ഇവിടെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഈ 7 മൂലഭാവങ്ങളെയും പരിപൂർണമായും നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. 7 മൂലഭാവങ്ങൾ ഏതൊക്കെയാണ്? അഹങ്കാരം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, കൊതി, അസൂയ, അലസത. നമുക്കറിയാം, നമ്മള് പലപ്പോഴും ഒത്തിരി കാര്യങ്ങളിലൊക്കെ അംഗീകരിക്കുന്ന പല മേഖലയുടെ ജോലി, നമ്മുടെ കഴിവ്, ഇതിലൊക്കെ അഹങ്കാരം ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു,
അഹങ്കരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ അഹങ്കാരമുണ്ടോ എന്ന് കണ്ടെത്തി അത് കുംസാരക്കൂട്ടിൽ വരും. ഈ അഹങ്കാരത്തെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എളിമയാണ്. ഈ അഹങ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാകും നമുക്ക് എത്രമാത്രം എളിമയുള്ളവരാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അടുത്ത് ദ്രവ്യാഗ്രഹ. ദ്രവ്യാഗ്രഹത്തെ വെച്ച് നമ്മൾ ഔദാര്യം എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നോക്കുക. എത്ര ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ദ്രവ്യത്തിലുള്ള ആഗ്രഹം. കർത്താവ് പറയുന്നു നിങ്ങൾ ഔദാര്യമുള്ളവരാണ്. അടുത്തത് മോഹം. മോഹത്തിനെതിരായ പുണ്യം അടക്കം. ഈ അടക്കത്തിൽ നമ്മൾ വളരണം. ദൈവകൽപ്പനകൾ 9ഉം 10ഉം അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കളെ ആഗ്രഹിക്കരുത്. ചിന്തിച്ച് നമുക്ക് ഇതുമായിട്ടൊക്കെ കൂട്ടി വായിക്കാം. ഇനി അടുത്തത് കോപം. കോപത്തിനെതിരെയുള്ള പുണ്യമാണ് ക്ഷമ. ഈ കോപത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചൊരു അനുഭവം നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. കാരണം ദൈവം ഇങ്ങനെ തരുന്ന അനുഭവങ്ങൾ എനിക്ക് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ, എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ദൈവം ഞാൻ ഒരു ഓപ്പറേഷനൊക്കെ വിധേയപ്പെട്ട് വളരെ ശക്തമായ വേദനയൊക്കെ ഉണ്ട്. കിടക്കുമ്പോൾ ഞാൻ ഈ വേദനകളെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനായി കർത്താവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് കിടക്കുക. അപ്പോൾ കർത്താവ് എന്നോടൊരു ബോധ്യം തരാം. ഒരല്പം കഴിയുമ്പോൾ നിന്നെ അത്ര സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇപ്പം നിന്റെ അടുത്തേക്ക് വരും, നിന്നോട് ഒത്തിരി ചൂടായി സംസാരിക്കും. നീ ഒരു അക്ഷരം മിണ്ടരുത്, ചിരിച്ചുകൊണ്ട് കിടക്കാവുള്ളൂ. അപ്പം കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വന്നു. ആൾ വന്നിട്ട് എന്നോട് വല്ലാതെ ചൂടായി സംസാരിക്കുക. അപ്പം ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങ് കിടക്കുക. അവസാനം ആ വ്യക്തി പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവരോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അപ്പൊ കർത്താവ് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു, അവസാനം പറഞ്ഞ കാര്യമില്ലേ, നിങ്ങളെപ്പോലുള്ളവരോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. അത് ആ വ്യക്തി പറഞ്ഞതല്ല, സാത്താൻ പറഞ്ഞതാ. അതേ പ്രിയപ്പെട്ടവരെ, ഈ കോപത്തിൽ നിന്നൊക്കെ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ നമ്മളെ കോപിപ്പിക്കുമ്പോഴേ എന്ത് സംഭവിക്കും? നമ്മളും പാപം ചെയ്യുന്നു, ആ വ്യക്തിയും പാപം ചെയ്യാനുള്ള അവസരം നമ്മൾ പ്രതികരിച്ചാൽ. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ. അങ്ങനെ നേരിടുമ്പോഴത്തേക്കും അത് പരിഹരിച്ചപ്പോഴും സാത്താൻ അവിടെ പരാജയപ്പെടും. നമ്മളെക്കാളും ഹൈടെക്കാണ് ഇപ്പൊ സാത്താൻ. അവൻ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്നാണ് നോക്കുന്നത്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ആദിമാതാക്കളുടെ ജീവിതം. നമ്മുടെ ഹൗവ പാപം ചെയ്യുന്നതിന് മുമ്പ് ഹൗവായെ എന്താ ചെയ്ത ദൈവം? സാത്താൻ ഹൗവായിലുള്ള ദൈവവിശ്വാസം നശിപ്പിക്കുകയത്. നുണയുടെ പിതാവായ സാത്താൻ പറയാണ് ദൈവം ഒരു നുണയനാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു ഹൗവായുടെ അടുത്ത്. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഹൗവായെ കൊണ്ട് പാപം ചെയ്യുന്നത്. ഹൗവ ഫലം ഭക്ഷിച്ചപ്പോഴ് ഹൗവായും ആദവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പേരില് ആദത്തിന് പാപത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അദ്ദേഹവും ഭക്ഷണം ഫലം ഭക്ഷിച്ചു, അങ്ങനെ പാപത്തിന്റെ അടിമയായി തീർന്നു. അപ്പോൾ ഇപ്പോഴും നമ്മളും ഓർക്കണം, നമ്മുടെയും ഇങ്ങനെ സാത്താൻ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നോക്കുമ്പോൾ നമ്മൾ സഭയിലേക്ക് കിടന്ന് ചിലരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമുക്ക് തോന്നും, എൻ്റെ ഇതൊക്കെ വേണോ എന്നൊക്കെ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ സാത്താൻ ഒരുക്കുന്ന കെണികളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവനെ നമ്മൾ പരാജയപ്പെടുത്തണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സാത്താനെ പരാജയപ്പെടുത്തേണ്ടവനാൽ, സാത്താനെ ഭയപ്പെടേണ്ടവനല്ല ക്രിസ്ത്യാനിയാണ് സാത്താൻ ഭയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കാം, അടുത്ത ഇതിലേക്ക് വരുമ്പോൾ കൊതി മിതഭോജനമാണ്. മിതഭോജനം പാലിക്കുക പല മേഖലകളിലുള്ള കൊതി, ഇതൊക്കെ നമ്മൾ കണ്ടെത്തുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ അസൂയയില്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കുക. നമ്മൾ അസൂയൊക്കെ അതിജീവിക്കണം. നമുക്കറിയാം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരാള് എന്തെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗക്കയറ്റം കിട്ടിക്കഴിയുമ്പോൾ ചെറിയൊരു അസൂയ, അല്ലെ ഒരാൾ നല്ലൊരു വീട് വെച്ചു, അങ്ങനെയൊക്കെയാ വെച്ചെന്നൊക്കെ നമുക്ക് അറിയാം. ശരിയായ മാർഗത്തിലൂടെ അല്ല. കുറെയൊക്കെ ബിസിനസ്സൊക്കെ ഉണ്ടേ, ഇങ്ങനെ സ്വയമൊക്കെ പറയും, ചില മറ്റുള്ളവരുടെ അടുത്ത് പറയാം. അത് നമ്മുടെ അസൂയയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അസൂയക്കെതിരായ പുണ്യമായ ഉപഭയിൽ നമ്മൾ വളരാൻ ശ്രമിക്കണമേ. അടുത്തത് അലസതയാണ്. അലസതയ്ക്കെതിരായ ഭാവമാണ് ഉത്സാഹം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സാത്താൻ കെണിയിൽപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അലസത. ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായി എനിക്ക് ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കണമെന്നും അത് വിശുദ്ധരതൊക്കെ വായിക്കും, പെട്ടെന്ന് ക്ഷീണം വരും, ശരീരം സമ്മതിക്കുന്നില്ല. അപ്പോൾ അത് ശരീരത്തോട് പറയും, ഞാനൊന്ന് അനുഭവത്തിന്റെ തരത്തിലേക്ക് വന്നുകൊണ്ടാണ് അത് പങ്കുവെക്കുന്നത്. ശരീരത്തോട് പറയും, ശരീരമേ, എൻ്റെ ശരീരം നിനക്ക് അല്ല എൻ്റെ മേലുള്ള അധികാരം, എൻ്റെ ആത്മാവിൻ്റെ അധികാരം. നീ ആത്മാവിന് കീഴ്പ്പെടേണ്ടതാണ്. നീ എന്നെ അലസതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കേണ്ട. ഇത് ഇങ്ങനെ പറഞ്ഞ് ശരീരത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു മാറ്റമാണ്. വിശുദ്ധ ഗ്രന്ഥമൊക്കെ വായിക്കാനൊരു
കൃപയിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന്റെ തിരുവചനങ്ങൾ നമ്മളിവിടെ പ്രത്യേകമായി തന്നിട്ടുണ്ട്. കറുപ്പിനെ ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മൾ നിർവീര്യമാക്കുകയാണ്. അതിനനുസരിച്ച് ദൈവവചനത്തിന്റെ സഹായത്തോടെ നമ്മൾ ചെയ്യാൻ പോകുന്നു. ആ തിരുവചനങ്ങളൊക്കെ ഒന്ന് വായിച്ചതിനെ കുറിച്ച് ചിന്തിക്കണേ. അടുത്ത മേഖലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ദൈവ പ്രമാണങ്ങളൊക്കെ 10 കൽപ്പനകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 10 കൽപ്പനകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കുട്ടിക്കാലത്ത് മുതൽ നമ്മൾ പഠിച്ചതാണ്. ഈ 10 കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. നമ്മൾ നേരത്തെ കണ്ടു, അവര് ദൈവം പഴയ നിയമ ജനതയെ ശിക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവർ വിഗ്രഹാരാധകരായി മാറി. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന കൽപ്പനയാണ് അവർ ലംഘിച്ചത്. അതുപോലെ അവർ വ്യഭിചാരത്തിന് അടിമയായി. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ചില പാപങ്ങളാണ്. എല്ലാ പാപങ്ങളെയും ദൈവം വെറുക്കുന്നുണ്ടെങ്കിലും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരെ ശിക്ഷിക്കാതെ ദൈവം വിടുന്നില്ല എന്ന് പഴയ നിയമം നമ്മളെ ഓർമ്മപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ 3 കൽപ്പനകള് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. 4ാമത്തെ കൽപ്പന പ്രതിഫലം ലഭിക്കുന്ന കൽപ്പനയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നത്. മറ്റ് 4 മുതൽ 10 വരെയുള്ള കൽപ്പനകള് മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ദൈവ പ്രമാണങ്ങളെ നമ്മളൊന്ന് എടുത്ത് ചിന്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കണ്ടെത്തണേ. ആയിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് വരണം. ഇനി തിരുസഭയുടെ കൽപ്പനകളിലേക്ക്, അത് 5 നമുക്കുള്ളത്. നമുക്കറിയാം, ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്നവരാണ്. പിന്നെ ഇങ്ങനെ സൂചിപ്പിക്കും, നമുക്ക് മറ്റുള്ളവരോടൊക്കെ പങ്കുവെച്ച് കൊടുക്കുമ്പോഴേ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലോ. നമ്മൾ ഞായറാഴ്ച കടമുള്ള ദിവസമാണ് അറിയും, ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്നാണ്. ചിലരെന്ത് ചെയ്യും, കുർബാനയ്ക്ക് താമസിച്ചിരുന്ന ഒത്തിരി പല ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി സാധിക്കണേ. അവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, മുഴുവൻ കുർബാന ആദ്യാവസാനം പങ്കെടുക്കണം. അപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കാണ് നേരത്തെ പോകും, എന്നാൽ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി താമസിച്ച് പോകുമ്പോൾ ഓർക്കണേ, വളരെ നേരത്തെ ദേവാലയത്തിലെത്തി കർത്താവിന്റെ തിരുസന്നിധിയിലിരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അനുദപിച്ച് പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ദൈവം പങ്കുവെച്ച് തരുന്ന ആ അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം. അടുത്തത് ആണ് 2ാമത്തെ, വർഷത്തിൽ ഒരിക്കലെങ്കിലും പാപങ്ങൾ ഏറ്റു പറയണം. പ്രിയപ്പെട്ട, വർഷത്തിൽ ഒരിക്കലും മതിയോ? തിരുസഭ നമ്മൾ പറയുന്നത് 1 വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉപസാരിക്കണമെന്ന്. നമുക്കത് മതിയോ? നമുക്കറിയാം, നമ്മൾ പറഞ്ഞു, നമ്മുടെ മൂലഭാവങ്ങളൊക്കെ നമ്മളെ വരിഞ്ഞു മുറുക്കി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ തടസ്സം നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ പാപങ്ങളൊക്കെ തിരിച്ചറിയുന്ന ആ നിമിഷങ്ങളിൽ നമ്മൾ പോയി കുമ്പസാരക്കൂട്ടിൽ പോയി കുമ്പസാരിക്കട്ടെ. കഴിയുമെങ്കിൽ നമ്മുടെ വിശുദ്ധരായിട്ടുള്ള പല വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ കടന്നിരുമ്പോൾ കാണും, ഒരു ദിവസം തന്നെ 7 പ്രാവശ്യം കുമ്പസാരിച്ച വിശുദ്ധരൊക്കെ കത്തോലിക്ക സഭയിലുണ്ട്. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കാൻ വേണ്ടി ഒരു നിശ്ചിത കാലഘട്ടം നിശ്ചയിക്കുന്നത് നല്ലതാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് കുമ്പസാരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണമേ എന്നൊരു അപേക്ഷ. അടുത്തത്, പെസഹാക്കാലത്തെങ്കിലും ദീപികാരനെ കൂതാശ സ്വീകരണം. അപ്പൊ പോരാ എന്ന് നമ്മളിപ്പോ ചിന്തിച്ചതാണ്. സഭ നിശ്ചയിക്കുന്ന ദിവസങ്ങളിൽ മാംസഭക്ഷണം വർജിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യണം. നമ്മുടെ കടമയും ഉത്തരവാദിത്വമാണെന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുക. നമുക്ക് അവിടെ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അടുത്തത് 5ാമത്തെ, സഭയുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക. സഭയെ സഹായിക്കാൻ നമ്മൾ കടമുള്ളവരാണ്. നമ്മൾ സഭയെ സഹായിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രമിക്കണം, കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അവിടെ വന്നിട്ടുള്ള വീഴ്ചകൾക്കും സാരക്കൂട്ടിലേറ്റ് പറയണം. അടുത്തത് നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചാണ്. നമ്മൾ പാവാവസ്ഥയുടെ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കണ്ടു, നമ്മൾ 4 തരത്തിലുള്ള ബന്ധങ്ങൾ തകർക്കപ്പെടുന്നതായി. ആ 4 തര ബന്ധങ്ങളെയും ഈശോ നമുക്ക് പുനഃസ്ഥാപിച്ചു തന്നു യേശുരക്ഷ എന്ന ക്ലാസ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് പരിശോധിപ്പിക്കുക. നമുക്ക് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? ഒരു സ്നേഹബന്ധമാണോ? അതിൽ ദൈവം ശിക്ഷിക്കുന്നവനാണുള്ള ചിന്തയാണോ? നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കുക, ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്? അത് കണ്ടെത്തിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുമ്പസാരക്കൂട്ടിലെ ഏറ്റു പറയാൻ തയ്യാറാകണം. അടുത്തത് നമ്മുടെ തന്നെയുള്ള ബന്ധം. നമ്മുടെ എന്നെ ഒന്നിനും കൊള്ളുകയില്ല, ഞാൻ മറ്റുള്ളവരെക്കാരെയൊക്കെ മോശ, അങ്ങനെയൊക്കെ ചിന്തകൾ നോക്കിപ്പെട്ടിട്ടുണ്ടോ? ആ ചിന്തയൊന്നും ആവശ്യമില്ല. കർത്താവിന്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ കിടന്നപ്പോൾ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഒത്തിരി പ്രിയപ്പെട്ടവരാണ്. നമ്മളെ അത്രമാത്രം അവിടുന്ന് സ്നേഹിക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നോട് തന്നെ വെറുപ്പും വിദ്വേഷവും വെച്ച് കഴിയേണ്ടതില്ല. അതൊക്കെ കണ്ടെത്തി കുമ്പസാരക്കൂട്ടിലേറ്റ് പറയുന്നു. ഇനി മറ്റുള്ളവരോടുള്ള ബന്ധം എപ്രകാരം നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മളെ ബന്ധം അതൊന്ന് വിലയിരുത്തണം. നമുക്കറിയാം, നമ്മുടെ പല ആൾക്കാരൊക്കെ ഒന്നിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന സ്വഭാവം, നാവിന്റെ ദുരുപയോഗം. ഏറ്റവും കൂടുതൽ മനുഷ്യൻ
ഇങ്ങനെയുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം വിധിക്കലുണ്ടല്ലോ, അത് സ്വയമാകാം, നമ്മുടെ മനസ്സിൽ തന്നെയാകാം കുറ്റം വിധിക്കുക. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പത്രമൊക്കെ വായിക്കുമ്പോൾ ചില കാര്യങ്ങളെ കാണുമ്പോൾ അവരെ കുറ്റം വിധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കൂടെ കൂടെ അത് കുമ്പസാരിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ കർത്താവ് ഒരു വിടുതൽ നൽകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചു. ഇനി ജീവജാലങ്ങളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തെ, ഈ പ്രകൃതിയെ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് തന്ന് അതിനെ സംരക്ഷിക്കുവാനും അത് വരും തലമുറയ്ക്ക് ഒരു കോട്ടവും കൂടാതെ പങ്കുവെച്ചു കൊടുക്കാനുള്ളവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വഴി ജീവജാലങ്ങളോടുള്ള സമീപനത്തിൽ വ്യത്യാസം വരുന്നു. നമുക്ക് അതിന് പരിഹാരവും ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആഘോഷ ദിവസങ്ങളിലൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. നമുക്ക് എല്ലായ്പ്പോഴും സാധിക്കണമെന്നില്ല. നമ്മുടെ ചുറ്റുപാടുമനുസരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് ആ ചെടികളെയൊക്കെ ഒരു മരമൊക്കെ നട്ട് ആ പ്രകൃതിയെ ഒന്ന് സംരക്ഷിക്കാനൊരു ശ്രമം നമ്മുടെ ജീവിത ഭാഗത്തിൽ നിന്നുണ്ടാകട്ടെ. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു 3 മേഖലകളായി തിരിക്കുന്നു. ഒന്ന് കുടുംബത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചിന്തിക്കും. അവിടെ എന്തെങ്കിലും വീഴ്ച വന്നു, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടോ? ഒരു മകൻ എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കാനും കണ്ടെത്തുവാനും. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ, ഒരു മരുമകൾ എന്ന നിലയിൽ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? അതൊന്ന് കണ്ടെത്തുവാനും അത് കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയാനും നമ്മൾ തയ്യാറാകണം. അടുത്തത് നമ്മുടെ സഭയിലുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച്. സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമുക്കറിയാം. ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടേതായ സംഭാവനകൾ ആവശ്യമുണ്ട്. നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ സഭയിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അല്ല അച്ഛന്മാരും സിസ്റ്ററുമാണ് സഭ, ഞാൻ അതിൻ്റെ ഭാഗമല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തിരിച്ച് കണ്ടെത്തണം. എന്നിട്ട് അത് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പറഞ്ഞ് ഈശോയുടെ രക്ഷ സ്വന്തമാക്കണേ. അടുത്ത നമുക്ക് സമൂഹത്തിൽ വലിയൊരു ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ്. സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സമൂഹത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള ചിന്തിക്കുക. ചിലപ്പോൾ നമ്മൾ പറയും ഞാനൊന്നും ചെയ്യുന്നില്ലോ. പ്രിയപ്പെട്ടവരെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ അത് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മളൊരു മെസ്സേജ് നമ്മുടെ അടുത്തേക്ക് കിട്ടും, മോശപ്പെട്ട ഒരു മെസ്സേജ്, സഭയെയും മറ്റവരെ കുറ്റം വിധിക്കുന്ന ഒരു മെസ്സേജ് നമ്മുടെ അടുത്ത്, നമ്മൾ അന്നേരം തന്നെ നമ്മളതിനെ ഫോർവേഡ് ചെയ്യാൻ പാടില്ല. ഫോർവേഡ് ചെയ്യുമ്പോൾ എന്താ, അവയെ തെറ്റിന് നമ്മളും അതിന്റെ ഭാഗമാകുകയാണ്. സമൂഹത്തിന് നന്മയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക, അത് കണ്ടെത്തുക. അത് കുമ്പസാരക്കൂട്ടിലേക്ക് പറയാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇനി ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ദൈവം തന്നിട്ടുള്ള താലന്തുകളാണ് നമ്മുടെ കഴിവുകൾ. ഈ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കണം. എൻ്റെ കഴിവുകൾ വളർത്തുന്ന ഞാൻ തടസ്സമാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? കഴിവുകൾ ഞാൻ വളർത്താറുണ്ടോ? അതുപോലെ ദൈവം നമുക്ക് നൽകുന്ന സമ്പത്ത്, അത് മറ്റു താലന്താണ്. ഈ സമ്പത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്നതാണോ? അത് നമ്മൾ അതുപോലെ പിശുക്കരാണോ? ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സമ്പത്തിന്റെ ദുരുപയോഗത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ദൈവം തന്ന ദാനമാണ് സമ്പത്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ ഒന്ന് ഏറ്റു പറയണം. അടുത്ത നമ്മുടെ ആരോഗ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആരോഗ്യം. ഈ ആരോഗ്യത്തിന് ഹാനികരമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ട, മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ആരോഗ്യത്തിനെതിരെ ചെയ്യുന്ന നമ്മുടെ തെറ്റാണ്. അവിടെ എന്തെങ്കിലും നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഏറ്റു പറയണമേ. ചിലപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ കാര്യം കൂടെ പറഞ്ഞു വരുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ രോഗം വന്നാൽ ചികിത്സിക്കണം. ചികിത്സിക്കാതിരിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് ദൈവം തന്ന താലന്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ നമ്മുടെ സമയം, ദൈവം നമുക്ക് തന്നിട്ടുള്ള സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ചിന്തിക്കുക. ദൈവമഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? അതേ സമയം വെറുതെ വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ നമുക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തി കുമ്പസാരക്കൂട്ടിലേക്ക് പറയണം. അത് കഴിഞ്ഞ് നമുക്ക് സ്വാധീനം, നമ്മുടെ ഒത്തിരി സ്വാധീനമുള്ള വ്യക്തികളാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഒക്കെ നമുക്ക് സ്വാധീനമുണ്ട്. ഈ സ്വാധീനം നമ്മൾ ദുരുപയോഗം ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ നമ്മുടെ സ്വാധീനം നമ്മൾ ദുരുപയോഗം ചെയ്യാറുണ്ടോ എന്ന് ചിന്തിക്കുക. അതുപോലെ നമ്മുടെ അറിവ് ദൈവം നമുക്ക് തന്നെ കിട്ടുന്ന വളരെ മനോഹരമായ ഒരു താലന്താണ്. ഈ അറിവിനെ നമ്മൾ എത്രമാത്രം വിലമതിക്കുന്നു, എത്രമാത്രം ഉപയോഗിക്കുന്നു, ദൈവമഹത്വത്തിന് വേണ്ടി ഈ അറിവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അടുത്തത് നമ്മൾ പുതിയ പ്രമാണത്തിലേക്ക് പോവുക. സ്നേഹത്തിന്റെ കൽപ്പനയാണ്. യോഹന്നാന്റെ സുവിശേഷം 12 തിരുവചന കർത്താവ് നമ്മളെ കൃത്യമായിട്ട് ഓർപ്പിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നോക്കാം.
മറ്റുള്ളവരെ നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? സ്നേഹിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ കണ്ടെത്തി അത് കുമ്പസാരത്തിൽ ഏറ്റുപറയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണമേ. അതുപോലെ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കണം. മാമോദീസ സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും വലിയൊരു ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം എന്നത്. സുവിശേഷ പ്രഘോഷണത്തിൽ നമ്മൾ എത്രമാത്രം പങ്കാളികളാണ്. ഇത് മിഷൻ കേന്ദ്രങ്ങളിലൊന്നും പോയി നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റും. ഏറ്റവും കുറയും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സുവിശേഷ പ്രഘോഷണം നടത്താമല്ലോ. സന്ധ്യാപ്രാർത്ഥന കുഞ്ഞുങ്ങളെ സുവിശേഷവൽക്കരിക്കുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥമൊക്കെ വായിക്കുമ്പോൾ ഇപ്പൊ അമേരിക്കയിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് ആ കാര്യം ചെയ്യുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ കൂട്ടായ്മയിലെത്തി അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അത് നമ്മൾ നടത്തുന്ന ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഇനി അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കാലാകാലങ്ങളിൽ ആവശ്യമായിട്ടുള്ള മതബോധനം നൽകുവാൻ നമുക്ക് കടമയുണ്ട്. കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. വേദപാഠ ക്ലാസ്സിന് വിടാതെ അവരെ കോച്ചിങ്ങിനൊക്കെ വിടുന്ന സാധിക്കും. ചെയ്ത് തെറ്റാ. ഈ കാലഘട്ടത്തില് ഈ ലോകത്ത് വെച്ച ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഭൗതിക കാര്യങ്ങൾ കൊടുക്കുമ്പോൾ. എന്നാൽ നിത്യജീവൻ ആവശ്യമായ കാര്യത്തെക്കുറിച്ച് മറക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളുടെ അവകാശമാണ് മതബോധനം ലഭിക്കുക. ആ മതബോധനം വേണ്ട വിധത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ഒന്ന് കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ 8 മേഖലയിലൂടെയൊക്കെ കടന്നുപോയി വിശ്വാസ പ്രത്യയത്തെ കുറിച്ചൊന്ന് മനസ്സിലായി. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയാൻ ഒരു ഏറ്റുപറച്ചിലാണെന്ന്. അത് 1 യോഹന്നാൻ 1:9 ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് അനുരഞ്ജനത്തിന്റെ നമുക്കൊന്ന് അനുരഞ്ജനപ്പെടാം. അനുദപിച്ച് പാപങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയാം. ഒരു കത്തോലിക്ക വൈദികന്റെ അടുത്ത് നമ്മളെ അറിയാവുന്ന ഒരു വൈദികനാണ് ഏറ്റവും നല്ലത്. അദ്ദേഹത്തിന് നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മാർഗദർശനങ്ങളൊക്കെ നൽകാൻ സാധിക്കും. അത് നല്ല ഒരു വൈദികന്റെ അടുത്തൊരു കുമ്പസാരം നടത്താം. അതുപോലെ എല്ലാ കടങ്ങളും നമുക്ക് എഴുതിക്കാം. എല്ലാറ്റോടും ക്ഷമിക്കും. ചിലപ്പോൾ വസ്തുക്കളും സാഹചര്യങ്ങളോടും ഒക്കെ ഉണ്ടാകാം, ഇല്ല വ്യക്തികളോടാകാം. ആ കടങ്ങളെല്ലാം നമുക്ക് ക്ഷമിക്കുകയും അവയെല്ലാം എഴുതിത്തള്ളുകയും ചെയ്യാം. അങ്ങനെ നല്ലൊരു ജീവിതാവസ്ഥയിലേക്ക് കടന്നു വന്നിട്ട് കർത്താവിനെ മഹത്വപ്പെടുന്നവരായി നമുക്ക് തീരാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം